നമസ്കാരം, എല്ലാവർക്കും വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. 2026 കാർത്തിക നക്ഷത്രക്കാരുടെ ശുഭ അശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറിലും ഇടവക്കൂറിലും കൂടി പെടുന്ന നക്ഷത്രമാണ് കാർത്തിക. ആദിത്യനാണ് ഇവരുടെ ദശാനാഥനായിട്ട് വരുന്നത്. ശരാശരി 3 വയസ്സ് വരെ ആദിത്യ ദശയെ പറയാം. ശേഷം 13 വയസ്സ് വരെ ചന്ദ്രദശാകാലം, 20 വയസ്സ് വരെ ചൊവ്വാദശ, 38 വയസ്സ് വരെ രാഹുർദശ, ശേഷം 54 വയസ്സ് വരെ രാഹുർദശാകാലം. ഇപ്രകാരമാണ് ഇവരുടെ ദശാവിവരണം വരുന്നത്. അതുപോലെ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് 7.5 ശനിയുടെ സമയവും 3-ാം ഭാവത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയവും, ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 2-ലെ വ്യാഴവും 11-ലെ ശനിയുമാണ്. 2 കൂറിൽപ്പെട്ടതായാലും കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ 2026 ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ് അനുഭവത്തിൽ വരാറ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അഭിരുചി ഉണ്ടാകുന്ന മേഖല തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് തിരഞ്ഞെടുക്കണം. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒരിക്കലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാനം തിരഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം കാർത്തിക നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പിന്നീട് വിദ്യാ തടസ്സത്തെ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വരാം. പ്രധാനമായിട്ടും രാഹുർ ദശാകാലമാണ് ഉന്നത വിദ്യാഭ്യാസ സമയത്ത് ഇവർക്ക് വരാറ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് നമുക്ക് സാധിക്കും എന്നുറപ്പുള്ള മേഖല മാത്രം തിരഞ്ഞെടുക്കുക. ആ മേഖലയിൽ ശോഭിക്കുന്നതിന് വേണ്ടിയിട്ട് കഠിന അധ്വാനം ചെയ്യാനും ഇവർ ശ്രദ്ധിക്കണം. പൊതുവെ കഠിന അധ്വാനികളാണെങ്കിൽ പോലും തനിക്ക് ഉപകാരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് കാർത്തികക്കാർക്ക്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് പ്രവൃത്തികൾ ചെയ്യാനും ഇവർ സന്നദ്ധരാകും. അത് സ്വന്തം ജീവിതത്തിനും കുടുംബത്തിനും കൂടി വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് 2026 പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലേക്ക് പുതിയ രീതിയിലുള്ള അപ്ഡേഷനൊക്കെ കൊണ്ടുവരാനും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തമായിട്ട് പുതിയ സംരംഭങ്ങളും ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുന്നവർ വളരെ നന്നായിട്ട് ആലോചിച്ച് നമ്മൾ തുടങ്ങാൻ പോകുന്ന മേഖലയെ പറ്റി വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ധനം മുടക്കാവൂ. ധനം നഷ്ടം വരുന്നതായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനും ധനപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടുന്നതായ മാർഗങ്ങളെപ്പറ്റി പഠിക്കുന്നതൊക്കെ ഇവർക്ക് ഏറ്റവും ഉത്തമമായിരിക്കും. വരുന്ന വർഷങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് അനുയോഗ്യമായിരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന് വേണം പറയാൻ. അപ്പോൾ ആ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറ്റി വിശദമായി പഠിക്കുക. പെട്ടെന്നുണ്ടാകുന്ന എടുത്തുചാട്ടം കാർത്തിക നക്ഷത്രക്കാർ ഒഴിവാക്കുന്നതും അവരുടെ ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങളെ മാറ്റാനായിട്ട് ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ദാമ്പത്തിക ജീവിതത്തിലൊക്കെ പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. വിവാഹ ആലോചനകളൊക്കെ നടത്തുന്നവർക്ക് ഉത്തമമായ വിവാഹ ആലോചനകൾ വരുന്നതിനുള്ള യോഗവും 2026 പറയാം. പൊതുവെ ഇവരെ സംബന്ധിച്ച് ഗുണദോഷ മിശ്രിത ഫലങ്ങളാണ് അനുഭവത്തിൽ വരാറ്. ഏറെയും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നത് പിന്നീട് വരുന്ന മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഈ കാർത്തിക നക്ഷത്രക്കാരെ മാറ്റി നിർത്താനായിട്ട് ഉപകരിക്കും. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തെ ചിന്തിച്ചാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്ന വർഷത്തിലെ പ്രധാനമായും ശിരോസംബന്ധമായ ക്ലേശത്തെ ശ്രദ്ധിച്ചു കൊള്ളണം. തലവേദന ഇവരെ നല്ല രീതിയിൽ ഈ വർഷം ബാധിക്കാനായിട്ടൊരു സാധ്യത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഗാദി ക്ലേശങ്ങളെ പ്രധാനമായും വൈദ്യസഹായം കൊണ്ട് മാറ്റാൻ തന്നെ ശ്രമിച്ചുകൊള്ളുക. വൈദ്യയോഗം കൊണ്ട് തന്നെ മാറേണ്ടതായ ക്ലേശങ്ങളായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അസ്ഥി സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ വീഴ്ചകൾ വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിച്ച് വേണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തെ ശിരോസംബന്ധമായ പ്രശ്നങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും പല വിധത്തിലുള്ള മനോവിഷമതകൾ നമ്മളെ പല രീതിയിലും ബാധിച്ചെന്ന് വരാം. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ഇല്ലെങ്കിൽ കുടുംബസ്ഥാനത്തുണ്ടാകുന്ന പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പല വിധത്തിലുള്ള മനോവിഷമതകൾക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 ഇടയായേക്കാം. ഭൂമിപരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയാവുന്നത് ശ്രദ്ധിക്കുക.
ബന്ധുജനങ്ങളുമായിട്ട് കലഹം ഉണ്ടാവാതിരിക്കാനും ഈ വർഷം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ കുടുംബസ്ഥാനത്തുള്ള അഭിപ്രായ വ്യത്യാസ ക്ലേശങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകുന്ന ഒരു സമയവും കൂടിയാണ്. ആ സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ മാറുന്നതിനും ഈ വർഷം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാനും കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും. അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വ്യാകുലപ്പെടുന്നതായ സ്വഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി മടി ആലസ്യതയൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നത് ജീവിത വിജയത്തിന് ഏറ്റവും ഉപകരിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പറഞ്ഞതായിട്ടുള്ള വഴിപാടും കാര്യങ്ങളും യഥാവിധി ക്ഷേത്രത്തിൽ ചെയ്തുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റാവുന്നതാണ്. വഴിപാടുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗണപതി ഭഗവാന് വെള്ളിയാഴ്ച തോറും ഗണപതി ഹോമം നടത്തുക. ആ ഗണപതി ഹോമത്തിൽ ഭാഗ്യസൂക്തം ജപിച്ച് നെയ്യ് ഹോമിക്കുക. അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഗായത്രി മന്ത്രം കൊണ്ട് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും ഇവരുടെ ദുരിതക്ലേശത്തിന് ഇട നൽകുന്നതാണ്. അപ്പം എല്ലാ കാർത്തിക നക്ഷത്രക്കാർക്കും ജീവിത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.